അവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാബേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ? നമ്മളത് അതിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറയുന്നത് കേട്ടില്ല. ബാബു എന്ന് പറയുന്ന വ്യക്തി അയാൾ വിദേശത്ത് കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ ഒരു സഹകരണ ബാങ്കിൽ കൊണ്ടിട്ടു. തിരിച്ച് ആ പൈസക്ക് ചെന്നപ്പോൾ അവർക്ക് സൗകര്യമുള്ളപ്പോൾ ഗഡുക്കളായിട്ട് തരാമെന്ന്. കാരണം നമുക്ക് അവന്റെയൊക്കെ വകയാണല്ലോ പൈസ, അവന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് എടുത്ത് നമുക്ക് കടം തരുന്നതാണല്ലോ പൈസ, അവന്റെയൊക്കെ സൗകര്യത്തിന് തരാനായിട്ട്. അത് ചോദ്യം ചെയ്ത ഇയാള് അവർ ഉന്തും തള്ളും ഉണ്ടായി. ഒരു തെറ്റും എനിക്ക് അയാളെ പറയാനില്ല. കാരണം ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ തനിക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയും. കാരണം ഇവിടെയും ഒരു സഹകരണ ബാങ്ക് ഉണ്ട്, പൊട്ടി പാളീസായി അധ്വാനിച്ചുകൊണ്ട് അതിൽ കൊണ്ടിട്ട പൈസ ഗഡുക്കളായിട്ട് തരാമെന്ന്. അവന്റെയൊക്കെ കിഡ്നി വിറ്റിട്ട് വേണമല്ലോ നമുക്ക് പൈസ തരാനായിട്ട്, കടമാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അതൊരു CPM നേതാവിനോട് വിളിച്ചു പറഞ്ഞപ്പോ നിനക്ക് അടി കിട്ടേണ്ട സമയം കഴിഞ്ഞെന്ന്. ഇവിടുത്തെ സഹകരണ ബാങ്ക് എല്ലാം ഭരിച്ചു മുടിച്ചു വെച്ചിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. എല്ലാ സഹകരണ ബാങ്കിന്റെയും, കേരളത്തിലുള്ള സകല സഹകരണ ബാങ്കിന്റെ അവസ്ഥ ഇതാണ്. നിക്ഷേപകർ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ത് തേങ്ങ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഉറപ്പ് വരുന്നുണ്ട് പൈസ എല്ലാവരുടെയും കിട്ടും. ഏത് കാലത്ത്